ചന്തിയിൽ ഒറ്റ കടിയും ഒരൊറ്റ അടിയും. ആസ്ട്രേലിയ വെച്ചിട്ടാണ് നടന്നിരിക്കുന്നത്. ആസ്ട്രേലിയ വെച്ചിട്ടാണ്. അപ്പോ ഇന്റർനാഷണൽ ബലിയാണ് ഞാനിപ്പോ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിലൊരു പ്രശ്നമുണ്ട്. എന്താണ്? ആസ്ട്രേലിയ വെച്ച് മരണം നടന്നതുകൊണ്ട് ഇവിടെ വെച്ച് കർമ്മം നടത്താനായിട്ട് പറ്റത്തില്ല. ആസ്ട്രേലിയയിലോട്ട് പോകണം. മനസ്സിലായോ? അപ്പൊ അവിടെ വെച്ച് വേണം, അവിടുത്തെ കടപ്പുറത്ത് വേണം നമുക്ക് ഈ കർമ്മം നടത്താനായിട്ട്. സാറേ, ഈ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഫണ്ട് അനുവദിക്കോ അങ്ങനെ എന്തെങ്കിലും ഈ ആസ്ട്രേലിയൻ? പിന്നെ നിന്റെ ചിറ്റപ്പനെ വെറുതെ ഇരുന്ന കങ്കാന്റെ വായി ചന്തി കൊണ്ട് വെച്ചാൽ സർക്കാർ തേങ്ങ തരും. അല്ല, ഇപ്പൊ അതില്ലെങ്കിലും വിഷമിക്കണ്ട. ആസ്ട്രേലിയയിൽ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? ആസ്ട്രേലിയ പരിചയമുള്ളതെന്ന് പറഞ്ഞാൽ റിക്കി പോണ്ടിങ്, മാത്യു ഹെയ്ഡൻ, ഈ അങ്ങനെ രണ്ട് ക്രിക്കറ്റ് താരങ്ങളെയാണ് എനിക്ക് പൊതുവെ ഒരു പരിചയമുള്ളത്. കൊച്ചിലെ കണ്ട് വളർന്നത് അവരെയാണ്. അവന്റെ വായിന്ന് വന്ന് വർത്താനം കേട്ടോ സാറേ. ഈ രണ്ട് പേരും വെച്ച് എങ്ങനെ ആൾക്കാർ കണ്ടുപിടിക്കുന്നത്? റിക്കി പോണ്ടി, പിന്നെ മാത്യു ഹെയ്ഡൻ. ഇവരെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഒന്നുകിൽ അവര് റേഷൻ കാർഡ് വേണം, ഇല്ലെങ്കിൽ കരന്തരത്തെ രസീത് വേണം, ഇല്ലെങ്കിൽ ആധാർ കാർഡ് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ പറ്റൂ. സാറേ, ഈ പോലീസ് സ്റ്റേഷനിലെ ചിട്ടിയിലൂടെ ആളെടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലും. അപ്പൊ ചിട്ടി അടിച്ച് കയറിയതല്ല പോലീസ്. ഇത് എങ്ങനെ എത്തിപ്പെട്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാത്ത. ഞാൻ പറഞ്ഞു എന്താന്ന് അറിയാമോ? അപ്പൊ ഈ ആസ്ട്രേലിയയിൽ കിടക്കുന്ന ആ ആത്മാവിനെ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണം. അത് വലിയ ചെലവുള്ളതാണ്. ആ ഒരു പൂജ നടത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 25,000 രൂപയാണ്. 25,000 രൂപ. സാറേ, പിന്നെ നമുക്ക് അറിയാലോ, എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ മേസ്തിരി പണിയും കൺസ്ട്രക്ഷൻ വർക്ക് അങ്ങനെയുള്ള പരിപാടികളായിട്ട്, പിന്നെ റബ്ബർ റൂട്ടും അങ്ങനെയൊക്കെ ഉള്ളു. നമുക്കിത് താങ്ങാൻ പറ്റാത്ത ഒരു ബഡ്ജറ്റാണ് 25,000 രൂപ എന്ന് പറയുന്നത്. പറ്റില്ല. ഞാൻ സംസാരിക്കാം. ഈ ചെറുക്കനാണെങ്കിൽ മേശിരി പണി റബ്ബർ റൂട്ടൊക്കെ ഉള്ളു. നല്ല സാമ്പത്തിക ശേഷി ഇല്ല. അതുകൊണ്ട് ഈ ബഡ്ജറ്റിൽ പറ്റൂല. അല്ല, 25,000 രൂപ കുറഞ്ഞിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ 25,000 കുറച്ചൊന്ന് കുറയ്ക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൂജ ഇല്ല, ഒറ്റ മന്ത്രത്തിൽ ഒതുക്കാം. മന്ത്രത്തില് അതാകുമ്പോ 500 രൂപ തീരും. 25,000 ആയിരുന്നു കറക്റ്റ്. 500 മതി. സാമ്പത്തിക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയണ മന്ത്രം അങ്ങോട്ട് ഏറ്റു ചൊല്ലിക്കും. സിതാനന്ദ പൂജ, സിപ്രായ പൂജ, സിത്തായ സുത്രായ ജിംബ്ലായ ജുബ്ലാത്തർ പ്രദോഷ സ്തപ്ര. മോളിയാമിയെ, ഒരു 25,000 രൂപ നമുക്ക് റോൾ എടുക്കാൻ പറ്റുമോ? ഒരു അത്യാവശ്യ കാര്യത്തിന് മറിക്കാൻ വേണ്ടിയിട്ടാണ്. പൊല്ലാത്തൊരു കാര്യം തലയിൽ വന്ന് വീണിരിക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ പാടാണ്. പറ്റോ? നമുക്ക് 25,000 പൂജ മതി കേട്ടാ. കുഴപ്പമില്ല, ഞാൻ വിളിച്ച് പറഞ്ഞു. 25,000 പൂജ. 500 വേണ്ട, കുഴപ്പമില്ല. ഓമ്പോ ഓഫർ കൊടുത്താലും ആരും എടുക്കാറില്ല. കാരണം അറിയാമോ, പറഞ്ഞു വരാൻ നേരത്തെ ഈ പത്രം പറയാത്തോട്ട് നേരെ 25,000 വരും. എനിക്കറിയാം. അപ്പോ ആത്മാവിനെ ഞാൻ അവിടുന്ന് നേരെ ഇങ്ങോട്ട് ആവാഹിക്കും. എന്നിട്ട് ഈ കുടത്തിനകത്ത് ഞാൻ കേട്ടു. സമയമില്ല, പുള്ളിയെ കൊണ്ട് ജയിലിൽ കൊണ്ട് അടയ്ക്കണം. എനിക്ക് ചെയ്യാൻ പോവല്ലേ, എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ആത്മാവിനെ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചു വരുത്തണ്ടേ? മനസ്സിലായോ? ഞാൻ ആത്മാവിനെ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ആത്മാവ് നേരിട്ട് എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ആത്മാവിന് മാത്രമേ കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ആത്മാവിനെ വിളിച്ചു വരുത്തിയാണ്. വരിക 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 ആത്മാവേ വാ.